അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എണീറ്റിട്ട് രാവിലെ തന്നെ അത് ഉമ്മറത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കെട്ടുനിറയാണ് കേട്ടോ. അപ്പോൾ രാവിലെ 8 മണി 8:30 ആകുമ്പോഴാണ് ഇവരുടെ തുടങ്ങുക. അപ്പോൾ നമ്മൾ തേനിച്ച് ഇനി വേഗം കുളിച്ച് അമ്പലത്തിൽ പോകാട്ടെ നോക്കണത്. ഫുഡോ കാര്യങ്ങളൊന്നും വെക്കണില്ലൊക്കെ അവിടെ നിന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെ എണിച്ചു. ഇനി ഞാൻ അടിച്ചൊരു തുടച്ച് കുളിച്ചിട്ട് ഇനി ബാക്കി വീഡിയോസ് എടുക്കുള്ളൂ കേട്ടോ. ഞാൻ എണീറ്റപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അപ്പം ഇന്ന് ശനിയാഴ്ച ആട്ടെ, ശനിയാഴ്ചയാണ് കെട്ടുനിറ. അത് തന്നെയാണ് വിൻഷേൻ്റെ അവിടുത്തെ അമ്പലം, ഞാൻ പറയാറില്ല, വെള്ളടിങ്ങുന്ന അമ്പലം, അവിടുത്തെ വിളക്കും. ആ വിളക്ക് കഴിഞ്ഞിട്ടാണ് ഇവർ പോവുക. പക്ഷെ രാവിലെ കെട്ട് നിറച്ച് വെക്കും. വിളക്ക് കഴിഞ്ഞ് പുലർച്ചയോട് കൂടിയിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് തന്നെ കെട്ട് നിറച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് പിന്നെ വരുന്നുണ്ടാവില്ല, അവിടെ ഇരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ പോകൂട്ടാം. വിൻഷാട്ടിനൊക്കെ എനിറ്റിട്ടുണ്ട്, ആദർശം റോജസൊക്കെ എനിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വിൻഷാട്ട് എൻ്റെ ഞാൻ ബാത്റൂമിലേക്ക് പോയിട്ടുണ്ട്. ഇനി ബാത്റൂമിലൊക്കെ പോയി ഒന്ന് പല്ലൊക്കെ തേച്ചിട്ടാണ് അവർ കുളത്തേക്ക് കുളിക്കാൻ പോവുക തോന്നുന്നു. അങ്ങനെ തോന്നുന്നു കേട്ടോ. ബാത്റൂമിൽ എന്തായാലും കയറിയിട്ടുണ്ട്. അപ്പം 5:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സുമേഷാട്ടിനും കുട്ടാട്ടിനും അവരെല്ലാവരും എല്ലാവരും കൂടിയിട്ട് പോകും. അപ്പോൾ അവരോടൊന്ന് വിളിക്കും. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അടിച്ചൊരു തുടച്ച് കുളിച്ചിട്ട് ഇനി വരാം കേട്ടോ. അപ്പം ഫുൾ വീഡിയോ ഉണ്ടാവട്ടെന്ന് കെട്ടുനിറ എല്ലാം കൂടിയിട്ടുള്ള വിളക്കും എല്ലാം കൂടിയിട്ടുള്ളൊരു വീഡിയോ ആവട്ടെ. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് കാണാം കേട്ടോ. ബൈ. അങ്ങനെ ഇവരെല്ലാവരും ഇതേ അമ്പലക്കുളത്തേക്ക് ഇട്ടാൽ കുളിക്കാൻ പോകാനാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതേ നോക്കാട്ടെ. അപ്പോൾ വിൻഷേട്ടൻ്റെ ഫ്രണ്ട്സ് കുട്ടേട്ടനും സുമേഷേട്ടനും അവരൊക്കെ ഇത് ഓൾറെഡി അവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ വിൻഷേട്ട ഇതേ അവരുടെ അടുത്തേക്ക് പോയി അവർ പോസ്റ്റ് ആവണ്ട വിചാരിച്ചിട്ട്. പിന്നെ വിൻഷേട്ട റോട്ടിൽ കിടന്നിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതായത് പുഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതേ ആദർശവും റോജസും കൂടിയിട്ട് ഇതേ പോകുന്നുണ്ട്. നല്ല തണവാണ് കേട്ടോ. അതാണ് ഈ പതുക്കെ നടക്കുന്നത്. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത തണവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടാ. അമ്മാതിരി ഒരു തണവുണ്ടായിരുന്നു. പിന്നെ അമ്മ വേഗം ഉമ്മറ ഭാഗം മുറ്റൊക്കെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ. ഞാൻ അടിച്ചു വരുന്ന സമയത്ത് അമ്മ പറയേണ്ടത് എന്നോട് വേഗം കുളിച്ച് വിളക്കൊളുത്തിക്കോ, തുടക്കൽ അമ്മ ചെയ്തോളാന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ അടിച്ചോരിടലും മാത്രമേ ചെയ്തുള്ളൂ. മുറ്റടിക്കലും തുടക്കലൊക്കെ അമ്മയായിട്ട് ചെയ്ത്. അപ്പം ഞാൻ വേഗം വിളക്കൊക്കെ കൊളുത്തി. ഇനിയിപ്പോൾ സ്വാമിമാർ കുളിച്ച് വരുമല്ലോ. അപ്പം ഞാൻ വിളക്കൊക്കെ കൊളുത്തി ഇവിടെയൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ അതേ ചായപ്പണിയിൽ നടന്നിട്ടാ. ചായ എല്ലാം കാപ്പിയാട്ടാ വെക്കണത്. പിന്നെ ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ നിന്നാണ്. പക്ഷേ കുളിച്ച് വരുമ്പോൾ ഒരു വിശപ്പുണ്ടാവുമല്ലോ രാവിലെ ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കാപ്പി മാത്രം നമ്മൾ വീട്ടിൽ വെച്ചു. അമ്മ അവിടെ എന്തോ പിന്നിൽ പണിയിലാണ് കേട്ടോ. പിന്നെ നോക്കുമ്പോൾ തേജൊന്നും എനിട്ടിട്ടില്ല കേട്ടോ. അവനൊക്കെ നല്ല ഉറക്കാണ്. അപ്പോൾ വിൻഷേട്ടൻ പറയുന്നുണ്ട് അവനെ പോകാൻ നേരത്തേക്ക് വിളിച്ചാൽ മതി, നിങ്ങൾ പുറപ്പെട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്നാൽ കുറച്ചേരും കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പണിയിലേക്ക് കിടന്നു. എനിക്ക് എന്താണെന്ന് വെച്ചാൽ സെറ്റ് മുണ്ടിൻ്റെ പ്ലീറ്റൊക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ എന്നോട് പിന്നെ നിന്ന് പറയേണ്ടതൊക്കെ ഇന്നലെ ചെയ്തേക്കാടുന്നില്ലേ, കാരണം അമ്മ ഇതൊക്കെ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെ ഇന്നലെ ചെയ്തേക്കാടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയട്ടെ. പക്ഷേ ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ രാവിലെ പെട്ടിട്ട് നമുക്ക് ചായയുടെ പണിയോ അങ്ങനെ ഫുഡോ കാര്യങ്ങളൊന്നും വെക്കണ്ട. എനിക്ക് അടിച്ചൊരു തുടക്കുക കുളിക്കുക പോവുക. പിന്നെ നമ്മൾ ഇത്രയും പേരില്ല, അതുകൊണ്ട് പെട്ടെന്ന് തീരുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വെറുതെ എന്തിനാ തലേന്ന് ഇങ്ങനെ ഇതാക്കാൻ നിൽക്കുന്ന വെച്ചിട്ട് ഞാൻ ആക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും പ്ലേറ്റ് എടുക്കൽ പെട്ടെന്ന് കഴിഞ്ഞു. ചില ദിവസങ്ങളിൽ എനിക്ക് എത്ര എടുത്താലും സെറ്റായി വരാറില്ല കേട്ടോ. പക്ഷേ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, ഈ ഒറ്റ പ്ലേറ്റ് എടുക്കലിൽ ഞാൻ നീറ്റാക്കി എടുത്തു കേട്ടോ. എനിക്ക് തോന്നുന്നു പുതിയ സെറ്റ് മുണ്ടായോണ്ടാ തോന്നുന്നു. അപ്പോൾ ഈ സെറ്റ് മുണ്ട് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അദ്വിക ബൈ അഞ്ജലി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചിട്ടുള്ളതാണ്. ഞാൻ ഇതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അത്. അങ്ങനെ ഇത് സ്വാമിമാർ കുളിയൊക്കെ കഴിഞ്ഞ് ശരണം വിളിച്ചിട്ട് ഇതേ വരുന്നുണ്ട് കേട്ടോ. 3 ആളുണ്ട്. സാധാരണ വിൻഷേടെ ഒറ്റയ്ക്കാലും ഉണ്ടാവാറ്. അപ്പം ഇന്ന് 3 ആളുണ്ട് കേട്ടാ. പിന്നെ വിൻഷേട്ട് ഇതേ ടി വിയിൽ വേറെ എന്തെങ്കിലും പാട്ട് വെക്കാൻ നോക്കട്ടെ. അപ്പോൾ ഇന്ന് അയ്യപ്പൻ്റെ പാട്ടല്ലാട്ട വെച്ചേക്കണത്, ശിവൻ്റെ പാട്ടം കണ്ടാട്ട വെച്ചിരിക്കണത്. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്നും പറഞ്ഞിട്ടാട്ട വെച്ചേക്കണത്. നല്ല ഒരു ഫീലുള്ള സോങ് ആട്ടത്, അതാണ് ഇത് വെച്ചിരിക്കണത്. പിന്നെ ഞാനിതേ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ആരും ഇവരൊക്കെ ഇതേ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർ തേങ്ങ കുറച്ചും കൂടി മറ്റേ ചുരണ്ടിയും അതിൻ്റെ തോലൊക്കെ കളയാൻ കുറച്ചും കൂടി വേണമെന്ന് പറഞ്ഞു. അതായത് നമുക്ക് ഒരാൾക്ക് ഒരു തേങ്ങ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ 2 അണീശ വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അതേ കുറച്ചിരുന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതോ പിന്നിൽ കിടത്ത് നോക്കട്ടെ. അത് 5 എണ്ണല്ലേ? 5 എണ്ണ അങ്ങനെ എൻ്റെ പുറപ്പാടൊക്കെ ഏകദേശം കഴിഞ്ഞോട്ടാ. സെറ്റ് മുണ്ട് ഞാനല്ല എടുത്തിരിക്കണത്, ആര്യാട്ടെ എനിക്ക് ആര്യ അമ്മയും കൂടിയിട്ടാണ് സെറ്റ് മുണ്ട് റെഡിയാക്കി തന്നേക്കണത്. എനിക്ക് മോൾ മുണ്ട് എടുക്കാൻ വലിയ പ്രശ്നമില്ല, പക്ഷെ അടിയിലത്തെ മുണ്ട് എങ്ങനെ എടുക്കാന്ന് ഇപ്പോഴും എനിക്കറിയില്ല കേട്ടാ. ഇവരിന്ന് എടുത്ത് തരുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവമേ സെറ്റ് മുണ്ട് അടിമുണ്ട് ഇങ്ങനെയാണ് എടുക്കുക അല്ലേന്ന്. ഞാൻ എങ്ങനെയൊക്കെ ചുരുട്ടി വലിച്ച് കുത്തേ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എൻ്റെ വയറിൻ്റെ അടുക്കനെ വീർത്ത് നിൽക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇന്ന് ഭയങ്കര നീറ്റായ പോലെ തോന്നിയിട്ടാ. അങ്ങനെ അതേ പുറപ്പെട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാ. ഇനി സാധനങ്ങളൊക്കെ കാറി കയറ്റിയിട്ട് നമ്മൾ വെള്ളടിങ്ങുന്ന അമ്പലത്തേക്ക് ആട്ടെ. വെള്ളടിങ്ങുന്ന അമ്പലം പറയണത് വിൻഷേറിൻ്റെ വീടിൻ്റെ അവിടുത്തെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാട്ടെ പോണത്.
അവിടെയാണ് നമ്മുടെ കെട്ടുന്നറയും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അവിടെയാണ് എല്ലാവരും അങ്ങോട്ട് എത്തും. വിൻചേട്ടൻ്റെ അച്ഛനും അമ്മയും പിന്നെ എല്ലാവരും ഒരു വിൻചേട്ടൻ്റെ തറവാട്ടിൽ നിന്ന് തന്നെ ഒരുവിധം എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാതും അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും എടുക്കാൻ മറക്കുമോ അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ട് കേട്ടോ. രണ്ടാമത് തിരിച്ച് വന്നത് ഒരു ഈശിൽ പോലെ ആയില്ലേ, അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും എടുക്കാൻ മറന്നുണ്ടോ എന്ന് ഇങ്ങനെ എല്ലാതും കണക്കൂട്ടിയിട്ടാണ് അമ്മ നിൽക്കണത്. അമ്മ എന്നോട് പറയുന്നുണ്ട് അത് എടുത്തില്ല, ഇത് വെച്ചില്ല, അത് വെച്ചില്ല, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ച് ഞങ്ങളുടെ മുകളിലേക്ക് കയറണം. അപ്പോൾ ആദർശും ഞാനും ഞങ്ങളെല്ലാവരും കേട്ടോ. വിൻചേട്ടൻ മാത്രം, വിൻചേട്ടനും അച്ഛനും ബൈക്കും ഏട്ടാ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ബൈക്കുമ്മയും വിൻചേട്ടൻ്റെ ബുള്ളറ്റും ഏട്ടാ വന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതേ നേരെ ഇനി അങ്ങോട്ട് പോവാണ്. പിന്നെ അമ്മമ്മയും എല്ലാവരും അവിടേക്ക് എത്തുവേ. അപ്പോൾ ഞങ്ങളൊരു 7-8 മണിയോട് കൂടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതേ അമ്പലത്തിൻ്റെ അവിടെ എത്തി. അപ്പം ഇന്ന് അവിടുത്തെ വിളക്കും കൂടിയാണ് കേട്ടോ. വിളക്കായതുകൊണ്ട് തന്നെ അതിൻ്റെതായ തിരക്കും പരിപാടികളും വേറെ ഉണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ ചെല്ലണ നേരത്ത് വലിയ തിരക്കില്ല കേട്ടോ. കുറച്ച് ആൾക്കാർ വരണുള്ളൂ. പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും അത്യാവശ്യം തിരക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഇനി ഞങ്ങൾ നേരെ തൊഴാനാട്ടോ പോണത്. പിന്നെ ആയിരിക്കും എന്തോ വഴിപാട് എള്ളുതിരി എത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ അമ്മ ഷീറ്റാക്കാനും ഇതിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനും ആദർശും റോജസ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അവർ തൊഴുത് വേറെ ഇറങ്ങാട്ടെ ചെയ്ത്. പിന്നെ നമ്മൾ നേരെ ചായ കുടിക്കാനിരുന്നു. ചായക്ക് ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു. ഈ ഒരു ഇഡ്ഡലി തേജപ്പൻ്റെ കേട്ടോ. തേജുവിന് 2 മതി എന്നും പറഞ്ഞിട്ട് എൻ്റെക്ക് എടുത്തിട്ടതാ. പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതേ നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും രാവിലെ ചായ അവിടെ നിന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വിൻചേട്ടൻ ഇതേ അപ്പുറത്ത് ഊട്ടുപേരുടെ അവിടെ പോയിരുന്നിട്ട് കഴിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഇവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് വിൻചേട്ടൻ അറിയണവർ. പിന്നെ വിൻചേട്ടൻ ചെറുപ്പം തൊട്ടേ നടന്ന് വളർന്ന മുറ്റെന്ന് പറയണത് ഈ അമ്പലം മുറ്റം തന്നെയാട്ടാ. പിന്നെ നമ്മുടെ അമ്മമ്മ അതേ അവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അമ്മമ്മ അതേ തൊഴുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കണോണ്ടാണ് ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ആള് പോണത്. അങ്ങനെ അതിന് ശേഷം പിന്നെ മറ്റേ തേങ്ങയ്ക്ക് കണ്ണ് ഇങ്ങനെ ഓട്ട തുളക്കില്ലേ, അതൊക്കെ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതേ ചെയ്യുന്നുണ്ട്. റോജസ് ആട്ടോ അതൊക്കെ ചെയ്തിടുന്നു. പിന്നെ അമ്മമ്മ അതേ തൊഴുതിറങ്ങി. പിന്നെ ഇത് നമ്മുടെ വിൻചേട്ടൻ്റെ ചെറുച്ചനാട്ടോ. അതായത് വിൻചേട്ടൻ്റെ അമ്മയില്ലേ, അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ്, മേമയുടെ ഹസ്ബൻഡ് കേട്ടോ. അപ്പോൾ ചെറുച്ചനാണ്. അപ്പോൾ ചെറുച്ചൻ നമ്മുടെ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കത്തി അടിച്ചുകൊണ്ടിരിക്കട്ടാ. ഇന്ന് വരും, ഇന്ന് കാര്യം നീ ഇത് കാണാൻ വേണ്ടിട്ട് ഫുള്ളിരുന്ന് കാണും. എന്നെ കാണുമല്ലോ പറഞ്ഞിട്ടില്ലേ ടിവിയിലൊക്കെ ഇരുന്ന് കാണാൻ പണി. ചെറുച്ചനെ കുറിച്ച് ചെറുച്ചനെ വീഡിയോയിൽ വരണത് ഇനി ഇതില് ചെറുച്ചനെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുമെന്നൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണത്. അതാ ഞാൻ കൂടുതലായിട്ട് എടുത്തത്. പിന്നെ വിൻചേട്ടൻ്റെ അച്ഛനും അമ്മയും വന്നു കേട്ടോ. അവരും അതേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതേ വന്ന് അവരിത് തൊഴാൻ കയറാൻ പോവാട്ടോ. പിന്നെ അച്ഛനൊക്കെ രാവിലെ തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വായന തുടങ്ങിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വിൻചേട്ടൻ ചെറുപ്പത്തിലെ, അപ്പോൾ വിൻചേട്ടൻ പറഞ്ഞാലേ നിങ്ങൾക്ക് അതിൻ്റെ അറിയുള്ളൂ. എനിക്ക് വിൻചേട്ടൻ പറഞ്ഞിട്ടുള്ള അറിവല്ലുള്ളൂ. കാരണം ഈ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് വിൻചേട്ടൻ്റെ വീടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെ കളിച്ച് വളർന്ന ആളാണ് വിൻചേട്ടൻ. അതുകൊണ്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഈ അമ്പലത്തിലേക്ക് വിൻചേട്ടനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ വായനയൊക്കെ തുടങ്ങി കഴിഞ്ഞ് ഇവിടെ തന്നെയോ വായനയോ പൂരോ വിളക്ക് എന്തായാലും ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ അമ്മമ്മയുടെ അടുത്ത് അമ്മയും കൂടി എന്തോ കാര്യമായിട്ടുള്ള വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അമ്മമ്മയുടെ മുഖം എങ്ങനെയാ കേട്ടോ. വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ അമ്മമ്മ ഇങ്ങനെ കിളി പോയ പോലെ കുറച്ചേരം ഇരിക്കുകയെ. പിന്നെ ഞങ്ങൾ ഷർട്ടും കാര്യങ്ങളൊക്കെ കൂടി കവറിൽ ഇങ്ങനെ വെച്ച് കൊണ്ടുവരില്ല ചെയ്ത്. അപ്പോൾ ഓരോരുത്തരുടെ ഇതേ മാറ്റി ഇങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഇപ്പോൾ വേണ്ട കാര്യങ്ങൾ അങ്ങനെ എല്ലാതും ഇങ്ങനെ മാറ്റി ചെയ്യുന്നുണ്ട് കേട്ടോ. അത് പിന്നെ നമുക്ക് ചെറിയത് എത്ര മലയ്ക്ക് ഇപ്പോൾ ആദർശ് ഇപ്പോൾ 22-23 വർഷത്തെ എത്രാമത്തെ വർഷമാണ് മലയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. വിൻചേട്ടൻ ഇപ്പോൾ 17ാമത്തെ കൊല്ലാട്ട് വിൻചേട്ടൻ പോണത്. അപ്പം ഇങ്ങനെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഇവർക്ക് ഇത്ര വർഷം മലയ്ക്ക് പോയിട്ട് പരിചയമുണ്ടെങ്കിലും കൂടിയിട്ട് ഈ ഒരു സമയമായി കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ്. അയ്യോ അത് വേണോ ഇത് വേണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ പോലെ പറയുന്നുണ്ട് കേട്ടോ അവർ. പിന്നെ ഇത് തേങ്ങയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കുറച്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പാർക്കിങ്ങിൽ ആവശ്യം വന്നാലോ വിചാരിച്ചിട്ട്. അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. പിന്നെ അതേ വിൻചേട്ടൻ്റെ ചേട്ടനും വൈഫും കുട്ടികളൊക്കെ അവരൊക്കെ ഉണ്ട്. അച്ഛൻ്റെ അപ്പുറത്ത് അവരാണ്. പിന്നെ തേജുവിന് പിന്നെ കളിക്കാൻ പിള്ളേരെ കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഫസ്റ്റ് തേജു ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട് ആരെ കണ്ടാലും അതുകൊണ്ട് ഇങ്ങനെ ഒരുമാതിരി നിപ്പാട്ടം നിൽക്കണത്. കളിക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ കുറച്ചേരൊക്കെ എൻ്റെ മടിയിൽ ഒതുങ്ങിയിരുന്നെങ്കിലും കൂടിയിട്ട് പിന്നെ അവരുടെ പ്രായം അതാണല്ലോ, ഒന്ന് ഓടിത്തുടങ്ങി പിന്നെ അവർ കളിയിലേക്ക് കിടക്കും. പിന്നെ ഇതിന് ശേഷം തേജുവിൻ്റെ കൈ കിട്ടിയിട്ടില്ല കേട്ടോ. അവരുടെ കൂടെ നടന്നുള്ള കളിയായിരുന്നു. അച്ഛൻ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. അച്ഛൻ ഇങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. കാരണം റോഡൊക്കെ തൊട്ടപ്പുറത്തല്ലേ. പിന്നെ ഇതേ കെട്ടുന്നറ തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ വിൻചേട്ടൻ്റെ അമ്മയുടെ ആയിരുന്നു കേട്ടോ. കന്നിക്കെട്ടാലോ അപ്പോൾ അവരുടെ ആലോ ആദ്യം കെട്ടുന്നറക്കുക. അങ്ങനെ വിൻചേട്ടൻ്റെ അമ്മയുടെ കെട്ടുന്നറയാണ്.
പിന്നെ ഓരോരുത്തരായിട്ട് ഇതേ കെട്ടിലിടാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ മേമ അമ്മയുടെ അനിയത്തി കേട്ടോ നേരെ ബാക്കിൽ നിന്ന് നടന്ന് മേമ ഇട്ടു. പിന്നെ അതേ ഞാനിട്ടു. പിന്നെ എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ വിൻചേട്ടൻ്റെ തറവാട്ടിലെ കുടുംബക്കാർ കുറേ പേരുണ്ട് കേട്ടോ പോകുമ്പോൾ. അതുകൊണ്ട് എല്ലാവരും ബന്ധക്കാരാണ്. പിന്നെ ഇത് വിൻചേട്ടൻ്റെ ചേട്ടനും ചേട്ടൻ്റെ ഉണ്ണിക്കാണ് കേട്ടോ. ചേട്ടനെ കണ്ടിട്ടുണ്ടാവണമെന്ന് വിചാരിക്കുന്നു ഞാൻ. പിന്നെ അതേ അച്ഛൻ, എൻ്റെ അച്ഛനാട്ടാ, അച്ഛതേ ഇടുന്നുണ്ട്. പിന്നെ ആര്യതേ ഇടുന്നുണ്ട്. പിന്നെ ആര്യനെ നിങ്ങൾക്ക് അറിയാത്തതില്ലേ, ആര്യനെ അച്ഛനെയും അമ്മേനെയൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതേ വർത്തമാനം പറയായിരുന്നു കുറച്ച് നേരം, ഒരുവിധം കെട്ടൊതുങ്ങുമ്പോട്ടാ. പിന്നെ അടുത്തത് വിൻഷേട്ട ഇരിക്കായിട്ടില്ല. പിന്നെയും ഇങ്ങനെ കുറേ പേരുണ്ടല്ലോ, അപ്പോൾ എല്ലാവരുടെയും കെട്ടുനിറ നടക്കുന്നുണ്ട്. അതിന് ശേഷം വിൻഷേട്ടൻ്റെ അച്ഛൻ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ കണ്ണിക്കെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വിൻഷേട്ടൻ്റെ അച്ഛൻ്റെയും ബാക്കിയുള്ളവരുടെയൊക്കെ കെട്ട് നിറച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു 8 മണി 8:00 കൂടി കെട്ടുനിറ തുടങ്ങിയെങ്കിലും കൂടിയിട്ട് ഉച്ചയോട് കൂടിയിട്ടാട്ടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നിത് അച്ഛൻ്റെയിലും കെട്ടിലിടാണ്. അതേ ചേച്ചിയും ചേട്ടനും എല്ലാവരും ഉണ്ട്. ചേച്ചീനും ചേട്ടനൊക്കെ അറിയുന്നുണ്ടാന്ന് വിചാരിക്കുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാറുണ്ട്. പിന്നെ അതേ അമ്മ ഇട്ടു. പിന്നെ അതായത് ചെറിച്ചന്മാർ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഇട്ടു. ഇനി ആരടുത്തത് ഞാൻ. പിന്നെ ഇടയിലിടയിൽ തേജും പിള്ളേരും മുങ്ങുന്നുണ്ട് കേട്ടാ. പിന്നെ അതേ അമ്പലത്തിന്റെ തൊട്ട് നേരെ ഫ്രണ്ടിൽ റോഡായതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് കേട്ടാ. പിന്നെ അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ ഈ പറഞ്ഞ പോലെ കാവലായിട്ട് എപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇതേ വെള്ളം കുടിക്കാനൊക്കെ വന്നു. കുറേ നേരം അവിടെ ഇരുന്നൂല്ലോ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി എല്ലാവരും കൂടിയിട്ട് ഇതേ കൂട്ടുകാരുടെ അവിടേക്ക് വന്നു കേട്ടാ. അങ്ങനെ അമ്മ എല്ലാവർക്കും ഗ്ലാസ്സിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊന്ന് കുടിക്കുന്നുണ്ട്. പിന്നെ അമ്മയും മാമനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇവിടെ അമ്മമ്മ ഇഡ്ഡലി ഒന്നും കഴിക്കില്ല. ഇഡ്ഡലി ഒന്നും ഇഷ്ടമല്ല, അതുപോലെ പാൽച്ചായ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഉപ്മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മയ്ക്ക് ഇതേ അമ്മ ഉപ്മാവ് ഒക്കെ എടുത്തു കൊടുത്തിട്ട് കൊടുത്തേക്കാട്ടെ. അപ്പോൾ ആളത് അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം കെട്ടി നടക്കണത് വിൻഷേട്ടൻ്റെ മാമയുടെ മോനാണ് കേട്ടോ, വിഷ്ണു. അപ്പോൾ അവൻ്റെ കെട്ടുന്നറയായിട്ടുണ്ട്. സോറി, സ്വാമിമാരാണ് കേട്ടോ എല്ലാവരും. കാരണം പറഞ്ഞ് ശീലമായിട്ടാട്ടോ വിഷ്ണു സ്വാമിയുടെ കെട്ടുന്നറയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദർശിൻ്റെ ആട്ടോ. അപ്പോൾ ആദർശ് ഇരുന്നിട്ടുണ്ട്. പിന്നെ ശരണം വിളിക്കണത് കേട്ടോ, ഞാൻ എടുത്ത് പറയാണ്, ശരണം വിളിക്കണത് നമ്മുടെ റോജസ് ആണ് കേട്ടോ, നമ്മുടെ ആദർശിൻ്റെ മാമിയുടെ മോൻ കേട്ടോ. കോഴിക്കോടുള്ളത്. ചിലപ്പോൾ ആരുടെ ആദർശിൻ്റെ വീഡിയോയിലൊക്കെ അവരെ കണ്ടിട്ടുണ്ടാവുകയെ. പിന്നെ ഇത് വിൻഷേട്ടൻ്റെ പെങ്ങളുടെ കുട്ടിയാണ് കേട്ടോ. പിന്നെ ഇടുന്നത് നമ്മുടെ വിൻഷേട്ടൻ്റെ ചേട്ടട്ടാ. ചേട്ടനെ കണ്ടിട്ടുണ്ടാവും കേട്ടോ, ഞാൻ മുന്നേയും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് മുന്നേയും കാണിച്ചുല്ലോ. അപ്പോൾ ചേട്ടൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ റോജസ് ഇരുന്നു കേട്ടോ. റോജസിൻ്റെ കിട്ടുന്നവരായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് പിന്നെ കുറേ ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാൻ എല്ലാം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. കുറേയൊക്കെ ഷോർട്സ് എടുത്തിട്ട് അങ്ങനെ ഇടാലോ ചെയ്തത്. അപ്പോൾ കുറച്ചൊക്കെ വീഡിയോസ് ഇതിൽ മിസ്സായിട്ടുണ്ടാവേ. പിന്നെ ഇത് വിൻഷേട്ടൻ്റെ വേറൊരു ചേട്ടനാണ് കേട്ടാ. അപ്പോൾ അവരുടെ ഉണ്ട്, അവിടെ പൊന്നും അവരൊക്കെ പോകുന്നുണ്ട് കേട്ടാ. പൊന്നൂൻ്റെയും കണ്ണിക്കെട്ടാണ്. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഒരു സമയം അപ്പുറത്തും നടക്കുന്നുണ്ട്. 2 പേരായിട്ടാണ് നടക്കുന്നത്. പിന്നെ അതുകൊണ്ട് തിരക്ക് വല്ലാണ്ടില്ല കേട്ടോ. ഒരാളായിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആകെ കുറേ നേരം ലാഗ് അടിക്കുമല്ലോ. അപ്പോൾ ഇത് 2 സ്വാമിമാരുള്ള കാരണം തന്നെ പെട്ടെന്ന് കുറച്ച് ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. Swami, Ayyappo, Swami, Ayyappo.
വീരമണി കണ്ഠനെ സ്വാമിയെ അയ്യപ്പോ ദേവനെ ദേവിയെ ദേവനെ ഈശ്വരനെ ഈശ്വരനെ ഭഗവാനെ ഭഗവാനെ ദേവിയെ സ്വാമിയെ അയ്യപ്പോ സ്വാമിയെ കെട്ടും കെട്ട് കെട്ടും കെട്ട് ആരെ കാണാൻ സ്വാമിയെ കണ്ടാൻ സ്വാമിയപ്പ ശരണമപ്പ സ്വാമിയേ 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 അയ്യപ്പോ സ്വാമിയപ്പ ശരണമപ്പ ഭക്ഷണമപ്പ ഗുരുനാഥ വില്ലനവിരുദ ഉലകനാഥ സ്വാമിയെ കാണാം. പിന്നെ ഇത് എല്ലാവരും കെട്ടിലിടുക കേട്ടോ. വിൻഷാറിൻ്റെ കെട്ടിലും കൂടിയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ കൊല്ലം അത്ര പേർക്ക് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിന് അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ കെട്ട് നിറച്ച് പോയിട്ടുണ്ടായിരുന്നത്. അത് നേർച്ച വിൻഷാട്ട് ഇങ്ങനെ മനസ്സിൽ നേർന്നിട്ടുണ്ടായിരുന്നു. വീട് പണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കെട്ട് നിറച്ച് പോവാന്നുള്ളത് കേട്ടോ. ആദ്യത്തെ കൊല്ലം തന്നെ. അപ്പം അത് നമുക്ക് ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നേ. അതേപോലെ തന്നെ ഇക്കൊല്ലം അതേട്ടാ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. വിൻഷാട്ട് ആദ്യമൊക്കെ എല്ലാ കൊല്ലം മലയ്ക്ക് പോയിടുന്ന ആളായിരുന്നു. പിന്നെ അതായത് നമ്മുടെ മലയുടെ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ, സ്ത്രീകൾക്ക് കയറണേൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ വന്നത്. ആ ഒരു ടൈമിലാണ് പിന്നെ പോക്ക് കുറഞ്ഞത് കേട്ടാ. പിന്നെ ഇപ്പോൾ അതേ വീണ്ടും ഇനി എല്ലാ കൊല്ലം പോകണമെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എല്ലാ കൊല്ലം ഇതുപോലെ നല്ല രീതിക്ക് പോകാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന കേട്ടോ. പിന്നെ എൻ്റെ അമ്മമ്മ ഇടുന്നുണ്ട്. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് ഇനി കെട്ടൊക്കെ കെട്ടി അവിടെ വെക്കും കേട്ടോ. അവർ പിറ്റേന്ന് വിളക്ക് കഴിഞ്ഞിട്ടേ അവർ മലയ്ക്ക് പോവുള്ളൂ കേട്ടോ. ഇന്ന് രാത്രി വിളക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ നിറച്ചെല്ലാവരുടെയും നിറച്ചവിടെ വെച്ചു. എന്നിട്ട് വിളക്ക് കഴിഞ്ഞ് പുലർച്ചയോട് കൂടിയിട്ട് പോകാനാട്ടോ വിചാരിക്കണത്. പിന്നെ ഇത് നമ്മുടെ സുധച്ചേച്ചിയില്ലേ, സുധച്ചേച്ചിയുടെ അവിടുന്ന് സുധച്ചേച്ചിയുടെ ഹസ്ബൻഡായിട്ടാ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സുധച്ചേച്ചിയുടെ ഹസ്ബൻഡും അപ്പുറത്തുനിന്ന് ഗീത ചേച്ചിയായിട്ടാ വന്നിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും കറക്റ്റ് സമയത്തേക്കൊക്കെ വന്നു. ഇതേ അവരും കെട്ടിലിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എപ്പോഴും വരുന്നതാണ് നല്ല അയൽക്കാരെ കിട്ടി സൂര്യക്ക് അതൊരു ഭാഗ്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അതെൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. എനിക്ക് നല്ലൊരു അയൽക്കാരെ, ഇവർ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരുണ്ട് നമുക്ക് അടുത്ത്. അപ്പോൾ നല്ലൊരു ആൾക്കാരെ കിട്ടിയെന്ന് പറയണത്. അപ്പോൾ ഇത് ഗീത ചേച്ചി ഇതേ കെട്ടിലിട്ടു. പിന്നെ ഇവർ ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോവാട്ടോ ചെയ്തത്. പിന്നെ ഇത് വിൻഷാട്ടിൻ്റെ ഇവിടെയുള്ള അമ്മമാരൊക്കെ ആട്ടോ. അപ്പോൾ അവരെല്ലാവരും ഇടുന്നുണ്ട്. പിന്നെ ഇത് വിൻഷാട്ടിൻ്റെ തറവാട്ടിലെ അമ്മമ്മയാട്ടോ. വിൻഷാട്ടിൻ്റെ അമ്മമ്മ തന്നെയാണ് തറവാട്ടിലുള്ളത്. അപ്പോൾ അമ്മമ്മയ്ക്കൊക്കെ ഭയങ്കര പ്രായമായിട്ടോ. അപ്പോൾ തീരെ വയ്യ. എന്നാലും കൂടി ഇതേ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കെട്ടൊക്കെ നിറച്ച് എല്ലാതും ഇതേ അവിടെ സെറ്റ് ചെയ്യാൻ പോവാട്ടോ. പിന്നെ അതിന് ശേഷം അത് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറേ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ദക്ഷിണ കൊടുക്കാൻ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറേ പേര് വന്നിട്ട് എൻ്റെ അടുത്ത് വീഡിയോ എടുത്തോളൂ കേട്ടോ. തറവാട്ടിലൊക്കെ എല്ലാവരും വന്നിട്ട് കുറേ പേര് പറഞ്ഞിരുന്നു. ഞാനിങ്ങനെ ഒരു ഫ്ലോയിൽ എടുക്കും. ചിലതൊക്കെ കുറേ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആരും എടുക്കുന്നുണ്ട്, എനിക്ക് കിട്ടാത്ത അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും കുറേ ക്ലിപ്സൊക്കെ. അപ്പോൾ അതേ അമ്മമ്മയ്ക്കും എല്ലാവർക്കും ഇതേ ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തരാനാട്ടോ നോക്കണത്. കാരണം ഇവരുടെ കേട്ടത്തിയമ്മല്ലേ ഞാനേ, അതായത് വിഷ്ണുവിൻ്റെ കേട്ടോ, വിൻഷൻ്റെ മേമ്പയുടെ മോൻ്റെ അവൻ തന്നു. പിന്നെ റോജസ് തന്നു. അതുപോലെ പിന്നെ ആദർശ് കേട്ടോ. റോജസ് ഒക്കെ കാലൊക്കെ തൊട്ട് ബന്ധിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദർശ് എന്നെ അനുഗ്രഹിച്ചിട്ടാണ് ഇവിടുന്ന് പോയേക്കണത്. എനിക്ക് ദക്ഷിണ വന്നിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ടാണ് പോയേക്കണത്. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ടും ദക്ഷിണ കൊടുക്കാനുള്ളതൊക്കെ കുറേ ഇങ്ങനെ ചടങ്ങുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതേ നല്ല രീതിക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടാ. പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറേ പേർക്ക് ഇങ്ങനെ ദക്ഷിണ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറേ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് നടന്നിങ്ങനെ എടുക്കണം. പിന്നെ കുറേ പേർക്ക് താല്പര്യം ഇല്ലാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പേരൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതേ ചേട്ടൻ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിൻചേട്ടൻ വേണ്ട പറഞ്ഞ് പിന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പോവല്ലേ, അപ്പോൾ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാതും വീണ്ടും എത്ര ഒതുക്കിയാലും ഒരു ഇതാവില്ല കേട്ടോ. അതാണ് നമുക്കിടെ പ്രശ്നം. നമ്മൾ ഒരു സെറ്റ് ഒതുക്കിയിട്ട് എല്ലാവരുടെയും 3 പേരുടെയും 3 ഇതാക്കിയിട്ടൊക്കെ വെക്കും. എങ്കിലും കൂടി ഇത് വേണോ, ഇത് വേണ്ട, അത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എക്സ്ട്രാ ഓരോന്ന് കൊടുന്നേരുന്നുണ്ട് കേട്ടോ കയ്യിൽ. അപ്പോൾ അതൊക്കെ അമ്മ ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നല്ല ചൂടാട്ടോ. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അവിടെ ഒരു അരിക്കിൽ പോയിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ തേജപ്പിനെ ഇവിടുന്ന് ഒരു മാലയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാല ഇട്ട് കൊടുത്തിട്ട് പറയണത് കല്യാണം കഴിഞ്ഞു എന്നൊക്കെ കേട്ടോ പറയണത്. അതുകൊണ്ട് ഇതിങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ
പിന്നെ നമ്മൾ അമ്മമ്മയുടെ അടുത്തേക്ക് കേട്ടോ പോണത്. കാരണം അമ്മമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മമ്മേനെ എങ്ങോട്ടും കൊണ്ടുപോകാറില്ല. അമ്മമ്മ വീട്ടിൽ തന്നെയാണ്. അപ്പം നമ്മളിങ്ങനെ സ്വാമിയുടെ അടുത്ത് പറഞ്ഞു അമ്മമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം അവിടുന്ന് പോന്നു. അമ്മമ്മയ്ക്ക് ഇതേ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു പോയി അങ്ങോട്ട് അമ്പലത്തേക്ക് പോയിട്ടാ. അമ്മമ്മേനെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാട്ടോ കൊണ്ടുവരാഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എത്രയായാലും അമ്മമ്മയ്ക്ക് അവിടെ കൊടുത്തു. പിന്നെ നമ്മൾ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ആര് ഫുഡ് കഴിക്കാതിരിക്കണത് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവള് ഫസ്റ്റ് സീറ്റ് കിട്ടിയപ്പോൾ അവൾ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് വിളക്കായതുകൊണ്ട് തന്നെ കുറേ എന്നത്തേക്കാൾ കൂടുതൽ തിരക്ക് ഇന്ന് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനും മേമയും അതുപോലെ തന്നെ പ്രിയേച്ചി അമ്മയൊക്കെ ഇങ്ങനെ കസാര കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക കേട്ടോ. കാരണം നല്ല വിശക്കുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അറിയാലോ കെട്ടുന്നറയ്ക്ക് നമ്മളിങ്ങനെ ഒരൊറ്റ നിൽക്കുക അങ്ങനെ ഒരു ഇത് നിൽക്കല്ലേ. അതുകൊണ്ട് ഈ ഒരു സമയം 1:30-2 മണിയാകുമ്പോഴേക്കും വിശന്നു. പിന്നെ തേജപ്പന് ഒരു സീറ്റ് കിട്ടി കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ആരി പോയിട്ട് അവനെ മടിയിൽ വെച്ചിരിക്കുക കേട്ടോ. ആ സീറ്റിൽ ആരി ഇരുന്നു. കാരണം ഇവർ ചിലപ്പോൾ അങ്ങോട്ടും ഇവിടുന്നും കണ്ടവരെ എനിക്ക് പോകില്ല. അപ്പോൾ ആര് തേജിന് തുണക്കിയിരുന്നിട്ടുണ്ട്. പിന്നെ ഞാനും ഇതെൻ്റെ ഏട്ടത്തമ്മ കേട്ടോ. ഏട്ടത്തമ്മ വെച്ചാൽ വിൻചേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫ് കേട്ടോ. അപ്പോൾ ചേച്ചി മമ്മി ഞങ്ങളെല്ലാവരും ഇതേ മേമയുണ്ട് കേട്ടോ അപ്പുറത്ത്. ഞങ്ങളെല്ലാവരും ഇതേ ഒരു സൈഡിൽ ഞങ്ങളിരുന്നു. അപ്പോൾ ഇതേ ചോറും സാമ്പാറും ഉപ്പേരിയും പിന്നെ എന്തോ പയറും മത്തങ്ങ ഓലന തോന്നുന്നു കേട്ടോ. കഴിച്ചോ എന്ത് സാമ്പാർ കൂട്ടാനി നന്നായി എടുത്തിട്ടുണ്ട് കേട്ടാ. ഈ ഓടിച്ച് കാണിച്ചത് നമ്മുടെ കുട്ടേട്ടൻ്റെ കുട്ടിയാണ് കേട്ടോ. അവന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതേ എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞ് റെസ്റ്റ് എടുക്കാതിരിക്കുകയാണ്. അപ്പം അമ്മയും ഇതേ പുതിയ പ്ലാൻ ഇടുക കേട്ടോ. അതായത് മൈലാഞ്ചിക്കാടാണ് അമ്മയുടെ വീട് കേട്ടോ. അവരുടെ തറവാട് അമ്മയുടെയൊക്കെ തറവാട്. അപ്പം അപ്പം മാമൻ്റെ അടുത്താലോ നിൽക്കണത്. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് അടിച്ചു പോയി തുടക്കായിരുന്നു തറവാട് വീട്. അങ്ങനെ അമ്മമ്മ ഇല്ലാത്ത കാരണം അവിടെ ആരും ഇല്ലാത്ത കാരണം അവിടെ എടുക്കില്ല. അപ്പോൾ അവർ ഇതേ ബസ്സിൽ അപ്പുറത്തെ സ്റ്റോപ്പാണ്. അപ്പോൾ അവരിതൊരു ബസ് വന്നപ്പോൾ അതിൽ വേഗം ഓടി കയറിയിട്ട് അവിടെ തറവാട് അടിച്ചൊരു തുടയ്ക്കാൻ പോവാട്ടോ അമ്മയും മോളും കൂടിയിട്ട്. ഈ അമ്മമ്മ ഇങ്ങനെ തന്നെയാണ് ഒരു ഭാഗത്ത് നിങ്ങൾ പറയുമല്ലോ അമ്മമ്മ അങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കില്ല അമ്മയും അതേ രണ്ടുപേരും കണക്കാട്ടാ ഒരു ഭാഗത്ത് ഇരിക്കില്ല. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നെ ഇരുന്നിട്ട് വെയ്യാന്ന്. ഈ വെയ്യാത്തോടത്താണ് ഇപ്പോൾ ആ തറവാട് അടിച്ചൊരു തുടച്ചിട്ട് വരാമെന്നും പറഞ്ഞ് പോയിക്കണത് കേട്ടാ. പിന്നെ ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് പോകാൻ നോക്കാട്ടോ. ഒരു 3 മണി 3:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് ഇനി കുളിച്ചിട്ട് വിളക്കിൻ്റെ നേരത്തേക്ക് വരാമെന്ന് വിചാരിക്കണം. പിന്നെ ആയിരിക്കും അതേട്ടാ ഇരുന്നിട്ടും നിന്നിട്ടൊക്കെ ഒരു വെയ്യായിക വരുമല്ലോ. അപ്പോൾ നമ്മൾ വേഗം വീട്ടിൽ പോയിട്ട് നമ്മൾ കുറച്ച് നേരം കിടന്നോട്ടെ വിചാരിച്ചു. അപ്പോൾ ചൂടിൽ ചോറും ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ പോയി കയറിയിട്ടാണ് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. പിന്നെ നേരെ അതേ വീട്ടിലേക്കാട്ടാ വണ്ടി വെച്ച് പിടിച്ച്. ഞാൻ വന്ന വഴിക്ക് തന്നെ ഞങ്ങൾ വന്നിവിടെ കിടന്ന് നല്ല ഉറക്കം ഉറങ്ങി ഞാനും ആരും കേട്ടാ. അമ്മ പിന്നെ അമ്മമ്മയുടെ കൂടെ അങ്ങോട്ട് പോയി കിടന്നു. അമ്മ വന്നോന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം അമ്മയും വന്നിട്ടുണ്ട്. ഇനി വൈകുന്നേരം കേട്ടോ. അപ്പം 5 മണിയൊക്കെ ആയിട്ടുണ്ട്. 3 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയത്. പക്ഷെ നല്ല ഉറക്കം ഉറങ്ങി. എനിക്ക് കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ ആരെയും അമ്മ അവിടെ എന്തോ അഡ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അങ്ങോട്ട് ചെന്ന് നോക്കാം. പിന്നെ ഞാൻ പോകുമ്പോഴായിട്ട് തന്നെ വീഡിയോ എടുക്കുള്ളൂ. പക്ഷേ ഇവിടെ കുറച്ച് പണിൻ്റെ അടിച്ചു പോയി അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾ പുറപ്പെട്ട് പോയിട്ട് ഞങ്ങൾ തന്നെ കുറച്ച് ഇവിടെ ആകെ പരത്തിയിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. പിന്നെ അമ്പലത്തേക്ക് പോകാനാട്ടോ നോക്കാം. അപ്പോൾ ഉറങ്ങി എണീറ്റതാട്ടോ ഞാൻ. അപ്പോൾ ഒന്ന് അവിടെ പോയി നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവരുണ്ടല്ലോ അട ഉണ്ടാക്കാമെന്നാട്ടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരു പത്തിരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പത്തിരിയും സ്റ്റൂ ആയിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ പിന്നെ ചായയും വെച്ചിട്ടുണ്ട്. ഒരു 7 മണിയോട് കൂടിയിട്ടാണ് നമ്മളെന്തായാലും അമ്പലത്തേക്ക് പോവുള്ളൂ. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ അമ്പലത്തിൽ ഫുഡ് ഉണ്ടെങ്കിലും കൂടിയിട്ട് തിരക്കും കാര്യങ്ങളും ഉണ്ടാവും. ആർക്ക് പിന്നെ അറിയാലോ അപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് അവൾക്ക് കൊടുക്കാം. പിന്നെ അച്ഛൻ വീട്ടിലേക്ക് പോയിട്ട് അച്ഛൻ ഈ ഗ്യാപ്പിൽ ഉച്ചയാകുമ്പോൾ വീട്ടിലേക്ക് പോയിട്ട് ആമ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ആമയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് വന്നത്. ഞാൻ പറയുന്നുണ്ട് ഇവർക്കൊന്നും നമുക്ക് എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊക്കെ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴേക്കും എൻ്റെ കിളി മൊത്തം പോയിക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി കിടന്നാൽ മതി നടന്നു കേട്ടോ. ആ സ്ഥാനത്താണ് അമ്മയും കൂടിയിട്ട് അവിടെ ബസ് കയറി പോയി അവിടെ കടിച്ച് തുടച്ച് വന്നത്. അതുപോലെ തന്നെ അച്ഛൻ ഇവിടുന്ന് ബൈക്ക് എടുത്ത് തൃശ്ശൂർ പോയി ആമയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് അച്ഛൻ തിരിച്ച് വന്നത് കേട്ടോ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാനൊക്കെ കുഴി മടിച്ച് കേട്ടാ. ഞാനൊക്കെ എന്തെങ്കിലും പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്ത് ഒരൊറ്റയൊക്കെ എടുത്തോട്ടെ. അതിൻ്റെ മുകളിൽ വേറെ ഒന്നുമില്ലേ. പിന്നെ കൂളായതിന് ശേഷം ഞാൻ എന്തും ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാതും വെച്ച് നമ്മൾ കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ കുറേ വീഡിയോസൊന്നും എടുത്തില്ല. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളിതേ വിളക്കിന് പോകാൻ പുറപ്പെട്ടു. എൻ്റെ പുറപ്പാട് കഴിഞ്ഞു. ഞാനൊരു ധാവണിയുടെ പാവാട ഇരുന്നിടുന്നത് അതും പിന്നെ ഒരു ഷോളും ടോപ്പൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഞാൻ തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ ആക്കിയിട്ടോ. പിന്നെ അച്ഛന് ഇതേ കമ്മലിട്ട് കൊടുക്കട്ടെ. നോക്കി അച്ഛൻ്റെ കാത് പഴുത്തിട്ട് ഒരു കമ്മലിട്ടിട്ടേ ആകെ പഴുത്ത് ചീഞ്ഞ് ആകെ ഒരു ജാതി അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ അതൊക്കെ ഊരിക്കളഞ്ഞ് പഴുപ്പൊക്കെ ഉണങ്ങി സെറ്റായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛന് എൻ്റെ ഒരു കമ്മലിൻ്റെ ഒരുപാട് സ്റ്റഡുകൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഒരു നല്ലൊരു
സ്റ്റഡ് ഗോൾഡ് അച്ഛൻ മുക്കിൻ്റെ അത്ര ഇട്ടിടുന്നു. എനിക്കത് അറിയണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് അച്ഛൻ ഞങ്ങളുടെ ഏതെങ്കിലും ചെറുപ്പത്തിൽ സ്റ്റഡ് ഇട്ട് നടന്നു. പക്ഷെ അച്ഛൻ പഴയ ഏതോ സ്റ്റഡായിട്ട് ഇട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛന് ഞാൻ ഗോൾഡിൻ്റെ ഒരു സ്റ്റഡ് ഇരുന്നായിരുന്നു, അത് ഇട്ട് കൊടുത്തു. അതാകുമ്പോൾ ഇനി പഴുക്കണ സീൻ വരില്ലല്ലോ. അച്ഛനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ കാതിൽ കമ്മലിടാൻ. അതുകൊണ്ടാണ് തേജുവിനും കാത് കുത്തി കൊടുത്തേക്കുന്നത്. തേജുവിന് 28 കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ കാത് കുത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒറ്റ കാത്. അങ്ങനെ ഇതേ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഇനി ഇതേ അമ്പലത്തിലേക്കാട്ടോ പോണത്. വിൻചേട്ടനൊക്കെ അവിടെ ഉണ്ട് ഓൾറെഡി. ആദർശതയെ നമ്മളതിനെ കൊണ്ടുവരാൻ വന്നു കേട്ടോ. അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോൾ നമ്മൾ പോയ പോലെ നടന്നില്ല അമ്പലം ചുറ്റുണ്ടായിരുന്നത്, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ വിളക്കാണ്, പൂരായാലും വിളക്കായാലും ഒരു തിരക്കുണ്ടാവുമല്ലോ, ആ ഒരു തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ അവിടെ നോക്കി എവിടെയെങ്കിലൊക്കെ ഇരിക്കൊരു സ്ഥലം കിട്ടുമെന്നാണ് നോക്കണത്. പക്ഷെ മൊത്തത്തിൽ അങ്ങോട്ട് നിറഞ്ഞിരിക്കുന്നു ആൾക്കാർ. എന്നാലും ആര്യനൊരു സൈഡിൽ സേഫായിട്ട് കൊണ്ടിരുത്തിയിട്ടോ, ഞാനും അമ്മയും കൂടിയിട്ട്. തിരക്കല്ലേ, തിക്കും തിരക്കുമല്ലേ. എനിക്കിതുവരെ ഇവിടുത്തെ താലെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് വന്ന് ആദ്യത്തെ വിളക്കിന് എനിക്ക് വിശേഷം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അപ്പം എടുത്തില്ല. പിന്നെ തേജു ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതുവരെ എടുക്കാനും പറ്റിയിട്ടില്ലേ. പിന്നെ പാലക്കൊമ്പ് വരുമ്പോൾ നോക്കുമ്പോഴാട്ടോ വെൻചേട്ടനെ ഞാൻ കാണണത്. പാലക്കൊമ്പൊക്കെ ഏറ്റിയത് എല്ലാവരും കൂടി വരുന്നുണ്ടായിരുന്നു. ഇനി മൊത്തം അമ്പലമൊക്കെ ചുറ്റി വിളക്കും താലും എല്ലാം ചുറ്റി അതിൻ്റെതായ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ കളിക്കുന്നുണ്ടോ? ചെക്കന്മാരുടെ അടുത്ത് പറഞ്ഞു പ്രദക്ഷിണമൊക്കെ വെച്ച് പാലക്കൊമ്പൊക്കെ ഇറക്കിയതിന് ശേഷം നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ടാണ് പോണത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ വെജ് ബിരിയാണി നടന്നിട്ട് ഉണ്ടായിരുന്നത് അമ്പലത്തിൽ. വെജ് ബിരിയാണിയും കച്ചമ്പറും ഉണ്ടായിരുന്നു. അങ്ങനെ അതേ നമ്മൾ അത് കഴിക്കാനായിട്ട് നിൽക്കുന്നത്. ഫുഡ് വാങ്ങാൻ ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ, കാരണം അത്രയും തിരക്കൊന്നും തിരക്കിൻ്റെ ഇടയിൽ നിന്നാണ് നമുക്ക് ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന് ഞങ്ങൾ നിന്നിട്ടോ, അത് നമ്മുടെ ചേട്ടൻ്റെ കുട്ടിയായിട്ടോ തേജുവിൻ്റെ ആരുടെ അപ്പുറത്ത് നിൽക്കണത്. അവൻ തേജൊക്കെ അപ്പുറത്തെ സൈഡിലായതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഒറ്റയ്ക്കല്ലോ, അപ്പോൾ അവനൊരു ചടപ്പ് ഭയങ്കര നാണട്ടാ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതേ ഇവിടെ നിന്ന് കഴിക്കണം. കസാരയൊക്കെ അപ്പുറത്താണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കൂളായിട്ട് ഇതൊരു സൈഡിൽ പോയിരുന്നു കേട്ടാ. പിന്നെയും പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. സാറിനെ വിളിക്കാൻ വിളിക്കുന്ന ആളെ വേണമെങ്കിൽ റോജസ് കോഴിക്കോട് സ്വദേശി റോജസ് പോയി കഴിച്ചു. പിന്നെ കുറച്ചു നേരം സുഖമായിട്ട് നമുക്ക് ഇരുന്നിട്ട് അത് മറ്റേ വെട്ടും തടവൊക്കെ കാണാൻ പറ്റി കിട്ടാം. കാരണം എല്ലാവരും ഫുഡ് കഴിക്കണേൻ്റെ അവിടേക്കും കുറേ പേര് അങ്ങോട്ട് സ്പ്ലിറ്റ് ആവും, പിന്നെ കുറേ പേര് പുറത്തേക്ക് സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കല്ലേ. പിന്നെ ഇത് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കേട്ടോ, കുറേ പേര് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നേ.
പിന്നെ അമ്മമ്മ അതേ മാമൻ്റെ ഇടയ്ക്ക് പോവാന്നും പറഞ്ഞ് യാത്ര പറയാൻ വന്നിക്കോട്ടെ. അപ്പോൾ ആദർശം ഇങ്ങനെ പറയണം അങ്ങോട്ട് പോരെ, നമുക്ക് സൂര്യനോടേക്ക് പോവാം, അവിടെ നിൽക്കാം, നാളെ പോയാൽ മതി, വായോ അങ്ങോട്ട് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ പിന്നെ മുറുക്കിയിട്ടൊക്കെ ഇവിടെ എന്താ പല്ലൊക്കെ കേടായി മുറുക്കിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അമ്മമ്മ ഇല്ല, വേറെ ദിവസം തന്നെ നിങ്ങളൊക്കെ വന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ അതേ മാമൻ്റെ അവിടേക്ക് പോയിട്ടാ. ഇനിയിപ്പോൾ വിൻഷേട്ടനും ആദർശം ഇവരൊക്കെ ഇന്ന് ഇവിടെ കിടക്കായിട്ടുണ്ടാവും, അമ്പലത്തിൽ കിടക്കുകയാണ് ചെയ്യുക. പക്ഷെ നമ്മളതിനെ ആക്കി തരണം കേട്ടോ. അപ്പോൾ അതിനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇനി ഇവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡടി കഴിഞ്ഞിട്ട് നമ്മളതിനെ ആക്കി തരുകയെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലേക്ക് പോകാൻ നോക്കുക കേട്ടോ. റോട്ടിലാണെങ്കിൽ നല്ല തിരക്കുണ്ട്. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ അമ്പലം നേരെ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ വേറെ പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വണ്ടിയുടെ തിരക്കും മൊത്തത്തിലൊരു തിരക്കായിരുന്നു. പിന്നെ തേജുവിന് ഇപ്രാവശ്യം കളിപ്പാട്ടം വാങ്ങാൻ മിൻചാറിൻ്റെ പിന്നാലെ കിടന്നില്ല കേട്ടോ, അച്ഛൻ്റെ പിന്നാലെ കിടന്നു. അപ്പോൾ അച്ഛതേ അവനെന്തോ തോക്കോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. സത്യം പറഞ്ഞ തേജുവിന് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വിളക്കിനും പൂരത്തിനൊക്കെ പോയിട്ട് ഒരുവിധം കളിപ്പാട്ടങ്ങളൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവും കേട്ടോ. അതുകൊണ്ട് കുറേ നേരം അവൻ നോക്കി സെലക്ട് ചെയ്യാട്ട് ചെയ്തതില്ലാത്തത് നോക്കിയിട്ട് അങ്ങനെ നമ്മളതെല്ലാം വാങ്ങിയിട്ട് ഇതേ വീട്ടിലെത്തിയിട്ടാണ്. വീട്ടിലെത്തിയിട്ട് ഒന്ന് കിടന്നുറങ്ങിയാൽ മതിച്ചിട്ടാണ് ഞങ്ങൾ ഓടി വരുന്നത്. അങ്ങനെ വന്നിനി ഡ്രസ്സൊക്കെ മാറണത്, ഞാനും അമ്മയും ഡ്രസ്സ് മാറാനൊക്കെ നോക്കുക. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നമ്മളിത് രണ്ട് ഇതിലായിട്ട് കിടന്നു കേട്ടോ. എൻ്റെ അപ്പുറം ഇപ്പുറം ഇത് ആരും അമ്മയുണ്ട് കേട്ടോ. ഒരു നടുക്കിൽ പോയിട്ട് ഞാൻ കിടന്നിട്ട് സുഖമായിട്ട് അങ്ങോട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാവേ. ബായ്.